ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ കൂതറ കളികളാണ് കേട്ടോ കളിക്കുന്നത്. കൂതറ കളികൾ ആരാന്നല്ലേ? ഹൈറിച്ച് ഒളികൾ. ഹൈറിച്ചിന് വേണ്ടിയിട്ട് ചാവേറുകളായിട്ട് നിൽക്കുന്ന ഇവരാണ് കൂതറ കളികൾ കളിക്കുന്നത്. ഇതിൽ കോടിക്കണക്കിന് ലാഭമുണ്ടാക്കിയവരോ കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചവരോ അല്ല, ചെറിയ ചെറിയ നിക്ഷേപം നടത്തി വലിയ നിക്ഷേപം മോഹിച്ച് ആൾക്കാരെ പറ്റിക്കാൻ ഇറങ്ങിയവർ. അവർക്ക് പൈസ തിരിച്ചു കൊടുക്കാനില്ലാത്തപ്പോൾ യൂട്യൂബ് ചാനലുകളുടെ വന്ന് ഇങ്ങനെ പലതും പറഞ്ഞ് ഒരു ജനതയെ അടക്കം ആക്ഷേപിക്കുകയും കള്ളം പറയുകയും ചെയ്യുന്ന ഇവരാണ് ശരിക്കും കൂതറ കളികൾ. പല തവണയും ഇവനൊക്കെ ഷാനുവൊക്കെ ഈ കമ്പനിയുടെ തട്ടിപ്പ് മനസ്സിലാക്കി അത് അദ്ദേഹത്തിൻ്റെ ബ്ലോഗിലൂടെ തുറന്നു പറഞ്ഞതാണ്. പക്ഷെ അപ്പോഴൊക്കെ ഇവർ അവനെ ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. കമൻറ്റ് ബോക്സിലൂടെ ബ്രോ ഗ്രൂപ്പിൽ വരൂ, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തന്നെ അന്യോന്യം ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുന്നതും അവിടെ നിന്ന് പിന്നെ ബൂസ്റ്റ് കിട്ടിയിട്ട് പിന്നെ വീണ്ടും വീഡിയോ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഷാനുവിൻ്റെ കാര്യം. അപ്പോൾ ഷാനു ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മെൽബിനെ ആരെങ്കിലും താങ്ങോ ഇവനൊക്കെ? ഷാനു, നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയില്ലേ? അപ്പോൾ മെൽബിനെ താങ്ങിയിട്ടാണ് ഷാനു വന്നിരിക്കുന്നത്. നിവൃത്തികേട് കൊണ്ട് നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഈടിയുടെ പക്കൽ സഹായം തേടിപ്പോയ ഒരു സ്ത്രീയെയാണ് ഇവർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്, അധിക്ഷേപിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും അവരൊക്കെ നിങ്ങളുടെ ഹൈറിച്ചിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാലെങ്കിലും നിന്നവരല്ലേ. അവർ നിങ്ങളുടെ ലീഡർമാർ അവർക്ക് ഒരു പിന്തുണയും നൽകാത്തപ്പോഴല്ലേ അവർ മറ്റ് വഴികൾ തേടിയിരുന്നത്. നിങ്ങൾ കോടിക്കണക്കിന് രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഇങ്ങനെയുള്ള പാവങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് അവരുടെ ഐഡികൾ തിരിച്ചു വാങ്ങിക്കൂടെ? നിങ്ങളും അവരെ ഗ്രൂപ്പ് കോൾ ചെയ്ത് അവരെ പിന്നെയും മാനസിക സമ്മർദ്ദത്തിലാക്കുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ട് പറയാണ് നിങ്ങൾക്ക് പൈസ തരാത്തത് നന്നായി. ഒരുത്തൻ പറയാണ് നിങ്ങൾക്ക് പൈസ തരാത്തത് നന്നായി, നിങ്ങൾക്ക് കിട്ടാൻ പാടില്ല. നിങ്ങളുടെ UPI നമ്പർ ചോദിക്കാത്തത് ഞാൻ മറന്നുപോയത് നന്നായി, അല്ലെങ്കിൽ നമ്മൾ നിങ്ങളുടെ പണം സെറ്റിൽ ചെയ്തേനെ. എന്നിട്ട് എത്ര ദിവസം കഴിഞ്ഞിരിക്കുന്നു? നിങ്ങളൊക്കെ പറയാറുണ്ടല്ലോ 1 രൂപ എടുത്തു കഴിഞ്ഞാൽ അത് എത്രയോ കോടി രൂപയാവുമെന്ന്. എന്തേ 1 രൂപ ആരും എടുക്കാത്തത്? 1 രൂപ എടുത്തിട്ട് ഇവരുടെ 4.5 ലക്ഷം സെറ്റിൽ ചെയ്യാൻ എത്ര സമയം വേണം? അപ്പോൾ ഇതൊക്കെ പറയാൻ മാത്രമേ ഉള്ളൂ എന്ന് ഇനിയെങ്കിലും ഹൈറിച്ചിൽ പണം നിക്ഷേപിച്ച് ലീഡർമാരുടെ വാക്കുകൾ കേട്ട് ഇരിക്കുന്നവർ മനസ്സിലാക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഷാൻ കുറച്ച് സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കമ്പനി എന്ന് പറയുന്നത് ആരെയും നന്നാക്കാൻ വേണ്ടി വന്നതല്ല, അവർക്ക് തന്നെ സ്വന്തം നന്നാവാൻ വേണ്ടി വന്നതാണ്. ഇതിനു മുന്നേ ഇവരെന്താ പറഞ്ഞിരുന്നത്? പട്ടിണി പാവങ്ങളെ പണക്കാരാക്കാൻ വേണ്ടിയിട്ട് ദൈവം അവതരിപ്പിച്ചതാണ് പ്രതാപനെ എന്നാണ്. അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ശ്രീനെയും ദൈവം ഉണ്ടാക്കി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് എല്ലാവരും ലാഭത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിൽ പണം നിക്ഷേപിച്ചവരൊക്കെ അതിമോഹികളാണെന്ന് പറയുന്നു. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിൽ പെട്ടിരിക്കുന്നത്, ഇതിൽ ആൾക്കാരെ ചേർക്കാൻ പോയത് എന്ന് ഇദ്ദേഹം തുറന്നു പറയുകയാണ്. അപ്പോൾ എന്നിട്ട് അവരുടെ സ്വഭാവം മറ്റുള്ളവരെയും കൂടി ആക്ഷേപിക്കുകയാണ്. ജോലി തിരക്കിനിടക്കാണ് സ്വരൂപമായിക്കോട്ടെ മറ്റുള്ളവരുടെ അവർക്ക് എന്തെങ്കിലും നിയമപരമായിട്ട് അവർക്ക് കിട്ടിക്കോട്ടെ, അവർ അധ്വാനിച്ചുണ്ടാക്കിയ അവർക്ക് പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന അവരുടെ സ്വത്ത് വിറ്റ പൈസ അവർ മറ്റ് മകളുടെ കല്യാണത്തിനും മറ്റ് ഭാവി ആവശ്യങ്ങൾക്കും വേണ്ടി സ്വരുക്കൂട്ടി വച്ച പൈസ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു കൂട്ടം സന്മനസ്സുകൾ രാപ്പകലില്ലാതെ ഇവർക്ക് അഡ്വൈസ് കൊടുക്കുകയും മറ്റുള്ളവർക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങളും ഈ കമ്പനിയുടെ തട്ടിപ്പുകളും വിശദീകരിക്കുമ്പോൾ ഇവർ പറയാണ് ഇതൊക്കെ ഫണ്ടഡ് ആണ്, മറ്റുള്ളവർ പൈസ കൊടുത്തിട്ടാണ് ഇവർ ഈ പണിക്ക് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അവരുടെ കുടുംബത്തോടൊപ്പവും മറ്റ് ജോലികളിലും ചെലവിടേണ്ട സമയമാണ് ഇത്തരം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്നിട്ട് അവരുടെ വിലപ്പെട്ട സമയം ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്.
അത് മനസ്സിലാക്കുക. മറ്റു പല പല കാര്യങ്ങളും മാറ്റിവെച്ചാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവൻ എന്നെയും അധിക്ഷേപിക്കുന്നുണ്ടോ, ഇതൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന്. അവനെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഇത് എന്താണ് പല പല വീഡിയോകൾ ഇടാനുണ്ട്. പക്ഷെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും ഇത് തന്നെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് ആൾക്കാർ പലതും പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇതിൽ നിന്ന് മാറാൻ പറ്റാത്തത്. പലതരത്തിലുള്ള ഭീഷണി കോളുകൾ വന്നിട്ടും ശാരീരിക ഉപദ്രവം ഒക്കെ ഏറ്റിട്ടുമൊക്കെ ഇതിൽ നിന്ന് പിന്മാറാത്തത് ഇതിൽ ഒരുപാട് പാവങ്ങളുണ്ട് എന്നാണ്. അവർക്ക് ഈ കമ്പനിയുടെ കാര്യങ്ങളും ഇപ്പോഴെന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ട ആവശ്യമുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ പുറത്താണ് ഈ ഉദ്യമം നിർത്തി പോവാതിരിക്കുന്നത്. 2 വർഷം മുമ്പേ ഒരുപാട് ആൾക്കാർ ഫിജി കാർഡിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് കാറ് കിട്ടും കോടിപതിയാകും എന്ന് പറഞ്ഞപ്പോൾ ഇത് തട്ടിപ്പാണ്, ഇത് ചതിയാണ്, നിങ്ങളുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് നിരവധി വീഡിയോ ചെയ്തവനാണ് ഞാൻ. അന്നൊന്നും പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല. ആ 2 വർഷം മുമ്പ് പറഞ്ഞതിന് ഇന്നും ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ചെയ്യാണ്, ബ്രോ നിങ്ങൾ പണ്ട് പറഞ്ഞത് ശരിയാണ്, എൻ്റെ 2 വർഷം പോയി, ഞാൻ അധ്വാനിക്കുന്നത് എൻ്റെ ലീഡർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എന്നൊക്കെ. അതുപോലെ തന്നെയാണ് പണ്ട് ജാ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു കമ്പനി, ജാ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആയിരക്കണക്കിന് വീഡിയോ ഇടുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് സ്കാമാണ് എന്ന്. ഞാൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് സ്കാമാണെന്ന്. അപ്പോൾ ആ കമ്പനിയുടെ അവസ്ഥ എന്താണ്? 1110 രൂപയുടെ സ്കാം ആയിരുന്നു അത്. പക്ഷെങ്കിൽ അതിലും ഉണ്ടായിരുന്നു ക്രിപ്റ്റോ കോയിനും മറ്റ് പലതും. അങ്ങനെ 2 ലക്ഷവും 3 ലക്ഷവും ഒക്കെ നിക്ഷേപിച്ചവരുണ്ട്, മലയാളികളുണ്ട്. അതിൻ്റെയൊക്കെ ബുദ്ധി കേന്ദ്രം പറയുന്നത് മലയാളിയായിരുന്നു. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കഴിഞ്ഞ നവംബറിലാണ് അതിൻ്റെ പ്രവർത്തനം. ഒരു കൂട്ടം മലയാളികളെ വീട്ടമ്മമാരൊക്കെ ഉപേക്ഷിച്ചത് കഴിഞ്ഞ നവംബറിൽ മാത്രമാണ്. ഇപ്പോഴും അവിടെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിലിപ്പോഴും 600 കണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊന്നും നിങ്ങളൊക്കെ വിചാരിക്കും ഇതൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്, നമുക്കൊക്കെ ചില ആൾക്കാർ ഫണ്ട് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് എന്ന്. ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ ഇതൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് പല പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഓക്കെ ഷാനു, എല്ലാവരും നിങ്ങളെപ്പോലെയല്ല എന്ന് വിചാരിക്കുക, മാറി ചിന്തിക്കുക. എന്തിനാണ് എന്ന് ഇതിൻ്റെ പിന്നിലുള്ളവരെ മനസ്സിലാക്കുക, ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഇതിലൊന്നും അല്ലെങ്കിൽ ഇതിനെതിരെ പ്രവർത്തിക്കുന്നവരൊന്നും തന്നെ MLM ആയിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്തവരാണ്. അവരൊക്കെ നല്ല രീതിയിൽ ജോലി ചെയ്ത് സമ്പാദിക്കുന്നവരാണ്. അല്ലാതെ മറ്റ് MLM-നെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഇതിനെ തളർത്തുന്നത് എന്നുള്ള വിഡ്ഢിത്തം ഇനിയെങ്കിലും ഉപേക്ഷിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഷാനുവിനോടും. മറ്റ് ഇതുപോലെ ഒരുപാട് ആൾക്കാർ, ഇന്നൊരു സ്ത്രീ പറയുന്നത് കേട്ടു, എൻ്റെ ചിരി കൊലച്ചിരിയാണ് എന്ന്. എന്താണ് പറയേണ്ടത്? നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നില്ലല്ലോ എന്നോർത്തുള്ള ചിരി മാത്രമാണത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങളൊക്കെ ഈ കമ്പനി തിരിച്ചു വരുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇതിൻ്റെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലുള്ളവർ മറ്റ് കമ്പനി തുടങ്ങുകയാണ്, അതിൻ്റെ മീറ്റിങ്ങുകൾ പുരോഗമിക്കുകയാണ്. അപ്പോൾ അതൊന്നും നിങ്ങളെ അറിയില്ല. എന്തുകൊണ്ടാണ് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ അഡ്മിൻ ഓൺലി ആയി തന്നെ തുടരുന്നത് എന്ന് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് 24 മണിക്കൂറും രാത്രി മാത്രം അടച്ചിടുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് 4-5 പേർ ഇത്ര 6 മാസമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് മാത്രം പറയുന്നതാണ്. ബൈ.